സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവ വചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഒരു തിരുവചനം വായിച്ച് അല്പസമയം പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനം ശ്രദ്ധിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 2 വാക്യം 10. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ മാലാഖയുടെ സന്ദേശമാണ്, അഥവാ ദൈവദൂതൻ്റെ സുവിശേഷമാണ് നാം കാണുന്നത്. ഇവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അഥവാ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ്. ഈ ഡിസംബർ മാസത്തിൽ നാം കൂടുതലായി ഓർക്കുന്നതും ധ്യാനിക്കുന്നതും ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൻ്റെ പ്രസക്തി ഈ മാസം വളരെ കൂടുതലാണ്. യേശു ബേത്ലഹേമിൽ ജനിച്ച ശേഷം അവിടെ ആ പ്രദേശത്ത് കുറേ ഇടയന്മാർ രാത്രിയിൽ അവരുടെ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിം പ്രദേശത്ത് പാർത്തിരുന്നു. ആ സമയത്താണ് കർത്താവിൻ്റെ ഒരു ദൂതൻ അഥവാ മാലാഖ അവരുടെ അരികെ വന്നത്. ആ സമയം ദൈവ തേജസ് അവരെ ചുറ്റുവാനിടയായി. ആ ദൈവ തേജസ്സിൻ്റെ പ്രഭാവം നിമിത്തം അവർ ഭയപരവശരായിത്തീർന്നു, അഥവാ അവർ ഞെട്ടിപ്പോയി. അങ്ങനെ അവർ പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ ആ മാലാഖ ആ ആട്ടിടയന്മാരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് യേശുവിനെക്കുറിച്ച് അഥവാ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയാണ്. ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. ഈ മാലാഖ അഥവാ ദൈവദൂതൻ നൽകിയ ഒറ്റ വാക്യത്തിൽ 3 പദങ്ങൾ അഥവാ 3 വിഷയങ്ങൾ നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഒന്നാമതായി ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ പലപ്പോഴും ഭയത്തെ ഉളവാക്കുമ്പോൾ, അത് രോഗമാകാം, കടഭാരമാകാം, വേർപാടിൻ്റെ ദുഃഖമാകാം, ഇങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. നാം അനുഭവിക്കുന്ന ഓരോ വേദനിപ്പിക്കുന്ന വിഷയങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അതിൻ്റെ മുന്നിൽ പരവശരായി പരിഭ്രമിച്ച് ഭയത്തോടെ നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. രണ്ടാമതായി ഇവിടെ പറയുന്നത് സുവിശേഷത്തിൻ്റെ വിശാലതയാണ്, അഥവാ സുവിശേഷത്തിൻ്റെ വ്യാപ്തിയാണ്. സുവിശേഷം ഏതെങ്കിലും ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടിയുള്ളതല്ല, പ്രത്യുത അത് ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച സർവ്വജനത്തിനു വേണ്ടിയുള്ളത് എന്നുള്ളതാണ്. മൂന്നാമതായി നാം ഇവിടെ കാണുന്നത് സുവിശേഷം ഒരു മഹാസന്തോഷം എന്നുള്ളതാണ്. ഇതൊരു ചെറിയ സന്തോഷമല്ല. ഇത് ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനോ സമുദായത്തിനോ വേണ്ടി ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. അതിലുപരിയായി ഭൂമിയിൽ സർവശക്തനായ ദൈവം സൃഷ്ടിച്ച
സകല ജാതി ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ മഹാസന്തോഷം അഥവാ ദൈവപുത്രൻ വന്നു പിറന്നത്. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ഒരു മഹാസന്തോഷം കർത്താവ് ദൂതൻ വഴി നൽകിയിരിക്കുകയാണ്. അത് രക്ഷകൻ നിങ്ങൾക്കായി പിറന്നു എന്നുള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. Jesus, to thee be all glory given. Word of the Father, now in flesh appearing. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him. Christ the Lord. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore